ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അമൃതം പൊടി വെച്ചുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ അമൃതം പൊടി കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പുട്ട് റെസിപ്പി. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രം എടുത്ത് ആവശ്യത്തിന് അമൃതം പൊടി ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് തിരുമിയെടുക്കുക. ഇതുപോലെ തിരുമുമ്പോൾ തന്നെ വലിയ കട്ടകളൊക്കെ അങ്ങ് പൊടിഞ്ഞു മാറും. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ തിരുമിയെടുക്കാവുന്നതാണ്. അപ്പോൾ പുട്ടിൻ്റെ പൊടിയെല്ലാം നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ മുകളിലൊക്കെ ചെറിയ ചെറിയ കട്ടകൾ കാണും. ഇനി ഒരു ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ഈ തിരുമി വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല പൗഡർ പോലെ വരും പുട്ടുപൊടി. ഞാനിവിടെ പുട്ട് പുഴുങ്ങാൻ ഈ ഒരു പാത്രമാണ് എടുക്കുന്നത്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് വീണ്ടും പൊടി ഇട്ട് കൊടുക്കുന്നു, വീണ്ടും തേങ്ങ ഇട്ട് അങ്ങനെ ഇടവിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിന്റെ മുകളിൽ വെച്ചാണ് ഞാൻ ഈ പുട്ട് പുഴുങ്ങി എടുക്കുന്നത്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പുട്ട് തയ്യാറായിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ പഴവോ പപ്പടവോ ചേർത്ത് കഴിക്കാം. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഇതിനൊരു ചെറിയ മധുരം ഉള്ളത് കൊണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.